നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ +2 ഫിസിക്സ് NCERT എക്സസൈസ് 4.7 ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2 ലോങ് ആൻഡ് പാരലൽ സ്ട്രൈറ്റ് വയേഴ്സ് A and B carrying currents of 8 ampere and 5 ampere in the same direction are separated by a distance of 4 centimeter. എസ്റ്റിമേറ്റ് ദ ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കേട്ടോ, ഓൺ എ 10 സെൻറ്റിമീറ്റർ സെക്ഷൻ ഓഫ് വയർ എ എന്ന് പറഞ്ഞു. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ആണ്. അതിലേതാ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രൈറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ ആ ഒരു ഭാഗത്താട്ടോ. അതിൻ്റെ ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. അതിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു അവസാനം വരെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് NCERT എക്സസൈസ് നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി ചെയ്തുതരാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു ജസ്റ്റ് പിക്ചറൈസ് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇതിനെ A എന്ന് വിളിക്കാം, സെക്കൻഡ് വണ്ണിന് B എന്ന് വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്ന 8 ആംപിയർ ആണ്. സെക്കൻഡ് വണ്ണിൽ എത്രയാണ്? 5 ആംപിയർ ആണ്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ടായിരുന്നു 4 സെൻറ്റിമീറ്റർ ആണ്. വളരെ ബേസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 സെൻറ്റിമീറ്റർ. കഴിഞ്ഞ പബ്ലിക്കിന് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് പ്രോബ്ലം ഉണ്ട്. 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് 8 സെൻറ്റിമീറ്റർ സെക്ഷൻ ആണെന്നാണ് പറയുന്നത്. 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഗിവൺ ദാറ്റ് I1 തന്നിട്ടുണ്ട്. I1 എത്രയാണ്? I1 8 ആംപിയർ. ഫസ്റ്റ് കണ്ടെത്തൽ കൂടി ഒഴുകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് വൈസ് വീഡിയോ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കണേ. I2 5 ആംപിയർ മൂവിങ് ചാർജസിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുന്നത്. അതുപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് അതിനേക്കാൾ ഏറ്റവും കൂടി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കട്ടോ. ഓക്കെ, ദെൻ ഇവർ തമ്മിലൊരു സെപ്പറേഷൻ 4 സെൻറ്റിമീറ്റർ. അത് പറഞ്ഞ കാര്യം നിങ്ങൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ എവിടെയാണ് കണ്ടുപിടിക്കുക? എസ്റ്റിമേറ്റ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് 10 സെൻറ്റിമീറ്റർ സെക്ഷനാണ്. അപ്പോൾ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ മീറ്റർ ആകാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ ഒന്ന് സെറ്റ് ചെയ്യണം. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രൈറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F = μ0 I1 × I2 × L ഡിവൈഡഡ് ബൈ 2πd. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ വാല്യൂസൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, I1 8 ഇവൻ 5. ഓക്കെ, ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ട്. F = μ0 വാല്യൂ എത്രയാണ്? 4π × 10⁻⁻⁷. I1 വാല്യൂ എത്രയാണ്? 8 ആണ്. I2 വാല്യൂ എത്രയാണ്? 5 ആണ്. Lൻ്റെ വാല്യൂ എത്രയാണ്? അതാ 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, 10 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കണ്ടേ? വേണ്ട, ഞാൻ 10 അങ്ങനെ തന്നെ വെക്കണം. എപ്പോഴും പറയും എസ് എടുത്ത് തന്നെ ചെയ്യണമെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ മാറ്റേണ്ടതെന്ന് പറയുന്നത്? കാരണം 2π × d, ഇവിടെ d വരുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ d തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ മുകളിൽ 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെയും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ വെറുതെ സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാതിരുന്നത്. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. 4π 2π കട്ട് ചെയ്തതിനാൽ ഇവിടെ ഒരു 2 വരും. ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ താഴെ ഒരു 2 വരും. ഈ 2ഉം 10ഉം കട്ട് ചെയ്താൽ മുകളിൽ ഒരു 5 ഉണ്ടാകും. ഓക്കെ, ഇനി ബാക്കി ആരാ? 8 × 5. 8 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 40 × 5 എന്ന് പറഞ്ഞാൽ 200 ഉണ്ട്. പിന്നെ ഏതാ പവർ വരുന്നത്? 200 × 10⁻⁻⁷. അപ്പോൾ 200 × 10⁻⁻⁷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 10. ഞാനിപ്പോൾ ഒരു ഡിജിറ്റ് അങ്ങനെ പവറാക്കാൻ വേണ്ടി നോക്കുന്നതാണ്. 2 × 10⁻⁵ ഫോഴ്സ് ആണല്ലേ. അപ്പോൾ യൂണിറ്റ് ആരായിരിക്കും? ന്യൂട്ടൺ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ 2 പാരലൽ സ്ട്രൈറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇവിടെ ചോദിച്ച് I1 8 ആംപിയർ ആണ്. I2 5 ആംപിയർ ആണ്. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2 കണ്ടക്ടേഴ്സ് 4 സെൻറ്റിമീറ്റർ ആണ്. ഒരു 10 സെൻറ്റിമീറ്റർ സെക്ഷൻ ഓഫ് വയറിലാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനിൽ 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ലെങ്ത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു എക്സസൈസ് 4.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് സെഷനിൽ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.